ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പം കണ്ടതാണ് കേട്ടോ. മുറ്റത്ത് കിടക്കുന്ന അബി ഫ്രൂട്ട് എല്ലാം പഴുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനി ഒട്ടും ടൈം കളയണ്ട, പെട്ടെന്ന് പോയി അബി ഫ്രൂട്ട് എല്ലാം പറിച്ചെടുക്കാമെന്ന്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഇന്ന് എൻ്റെ കൂടെ കുഞ്ഞനിയത്തിൻ്റെ ശ്രീ കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അബി ഫ്രൂട്ട് ഇതേ പറിച്ചെടുക്കുകയാണ്. വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കായ്ച്ചെടുക്കുന്നത് കാണാൻ നല്ല രസമാട്ടോ. അത് പറിച്ചെടുക്കാനാണെങ്കിൽ അതിനേക്കാളും രസമാണ്. അബി ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട്സ് എല്ലാം പറിച്ചെടുക്കുന്നത് കുറച്ച് വീട്ടുകാർക്ക് കൊടുത്ത് ബാക്കി മൊത്തം അടുത്ത വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. താഴെ ഉള്ളതിനേക്കാൾ അബി ഫ്രൂട്ട് ഒരുപാട് മുകളിലാണ് ഉള്ളത് കേട്ടോ. ശ്രീത കഷ്ടപ്പെട്ട് കയറി മുകളിൽ നിന്ന് അബി ഫ്രൂട്ട് ഇതേ പറിച്ചെടുക്കുകയാണ്. നമ്മൾ നട്ടു വളർത്തിയ ചെടിയിൽ നിന്ന് ഫ്രൂട്ടൊക്കെ ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം കേട്ടോ. മാത്രമല്ല ഈ അബി ഫ്രൂട്ട് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടും കൂടിയാണ്. യെസ്, അങ്ങനെ ഫൈനലി പഴുത്ത അബി ഫ്രൂട്ട് എല്ലാം ഞങ്ങൾ പറിച്ചെടുത്തു. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള വിശപ്പങ്ങ് മാറിക്കിട്ടും കേട്ടോ. അതുപോലെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സൈഡുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിൽ കൂടുതൽ സംരക്ഷണവും ഉണ്ട്. അതെ, ഫൈനലി ശ്രീകുട്ടി ഇതേ താഴേക്ക് ഇറങ്ങി അങ്ങനെ പറിച്ചെടുത്ത അബി ഫ്രൂട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ശ്രീയുടെ മുഖത്ത് ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവളുടെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് അബിയു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. യെസ്, ദിസ് ഈസ് ആദി സ്റ്റോറി ബുക്ക്. ബൈ.